യുദ്ധവട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, എൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അതിനകത്തുനിന്ന് നല്ല അംശങ്ങൾ നിങ്ങൾ എടുക്കുക. ഇന്ന് ഞാൻ പറയുന്നത് അച്ഛനെ പറ്റിയാണ്, പിതാവിനെ പറ്റിയാണ്. നമ്മുടെ പിതാവ് നമുക്ക് ആരാണ്? സൂര്യൻ്റെ അസഹ്യമായ ചൂടും അച്ഛൻ്റെ അത്യധികമായ മുൻകോപവും ദേഷ്യവും മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിയണം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നാം ഇരുട്ടിലാകും. അച്ഛൻ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ അത് ശൂന്യമായി തീരും. നമുക്ക് ഇരുട്ടിലാണെന്ന് നമുക്ക് തോന്നും. അച്ഛൻ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത് എത്ര പ്രായമായിരുന്നാലും അച്ഛനെ പോലെ സമമായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. അച്ഛൻ്റെ സ്നേഹം അളക്കുവാനായിട്ട് ഈ ലോകത്തിലൊരു പാത്രവും കണ്ടുപിടിച്ചിട്ടില്ല. അച്ഛൻ തൻ്റെ മകനെ പഠിപ്പിക്കുമ്പോൾ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുമ്പോൾ അച്ഛന് മലയാളം മാത്രമേ അറിയാവുള്ളൂ. അതുപോലെ തന്നെ മകനെ AC റൂമിൽ താമസിപ്പിക്കാനായിട്ട് അച്ഛൻ വെയിലത്ത് പണിയെടുക്കുകയാണ്, വിയർക്കുകയാണ്. സ്വന്തം ജില്ല പോലും വിട്ടുപോകുവാനായിട്ട് സാഹചര്യമില്ലാത്ത അച്ഛൻ മകനെ അല്ലെങ്കിൽ മകളെ വിദേശത്ത് വിട്ട് ലോകപരിചയം നേടുവാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു. അച്ഛൻ പലപ്പോഴും അസുഖങ്ങൾ വരുമ്പോൾ അസുഖമില്ല എന്ന് തൻ്റെ മക്കളോടും ഭാര്യയോടും പറയും. മക്കൾക്ക് അസുഖം വരുമ്പോൾ അച്ഛനന്ന് ജോലിക്ക് പോകാതെ, അതിനുവേണ്ടി സമയമെടുത്ത് ജോലി ചെയ്യാതെ മക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അച്ഛനെ പോലെ സമമായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. അച്ഛന് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് പലപ്പോഴും സമയം കിട്ടാറില്ല. കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അച്ഛൻ ഓടി നടന്ന് വിയർപ്പൊലിച്ച് അധ്വാനിക്കുകയാണ്. പലപ്പോഴും അച്ഛന് വിശക്കുമ്പോൾ അച്ഛൻ പറയും, എനിക്ക് വിശപ്പില്ല. മുന്തിയ ഹോട്ടലുകളിലൊക്കെ മക്കളുമായിട്ട് അച്ഛൻ പോകുമ്പോൾ മക്കൾക്ക് നല്ല അവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? മോളെ, എനിക്ക് വിശപ്പില്ല, എനിക്കതല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കും. ഒരിക്കലും നമ്മൾ അച്ഛനോട് വാശി പിടിക്കരുത്. ഈ ലോകത്തിൽ തോൽക്കുന്നത് അച്ഛൻ മക്കളോട് മാത്രമാണ്. അച്ഛൻ തോൽക്കുവാനായിട്ട് മക്കൾ ഒരിക്കലും സമ്മതിക്കരുത്. അച്ഛനെ സ്നേഹിക്കുക, അച്ഛനെ കരുതുക. അച്ഛനോട് ഒരു തവണയെങ്കിലും നമ്മൾ ഐ ലവ് യു എന്ന് പറയുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഞാനിന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ അച്ഛനെ പറ്റി എനിക്ക് വീണ്ടും പറയുവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയെ പറ്റി പറയുവാനായിട്ടുണ്ട്. അത് തുറന്നുള്ള ശനി ഞായറാഴ്ചകളിൽ ഓരോരോ സബ്ജക്റ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ നല്ല കമൻറ്റുകൾ അയയ്ക്കുക. അത് തിരുത്തുവാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ആൾ.